ഹലോ ഗൈസ്, ഈ ബുള്ളറ്റ് ഒരു 8-9 മാസം കയറിയിരുന്നുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ചോക്കൊക്കെ ഇട്ട് ഒരടിച്ച് സ്റ്റാർട്ടാവും, പിന്നെ എന്നാൽ പോലും മര്യാദയ്ക്ക് സ്ലോ സ്പീഡിൽ നിൽക്കില്ല, മര്യാദയ്ക്ക് റേസ് ആവില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് മാറ്റുക. അത് കഴിഞ്ഞിട്ട് ആക്സിഡൻറ്റ് കണക്ഷനും പെട്രോൾ ഹോസൊക്കെ വെടിപ്പിക്കുക. അതിനുശേഷം കാർബറേറ്റർ മൊത്തം വെടിപ്പിച്ചുകൊണ്ട് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതേമാതിരി അടിയിലത്തെ ചേമ്പർ, ഇതാണ് പെട്രോൾ ചേമ്പർ, കണ്ട് അതിൽ തുരുമ്പ് കിടക്കുന്നത്. അപ്പോൾ ടാങ്കിൽ നിന്നുള്ള ഈ തുരുമ്പൊക്കെ ഇളകി വന്നിട്ടാണ് ഇതേമാതിരി ഇത് അടഞ്ഞു പോകുന്നതും ബ്ലോക്ക് ആവുന്നതും ജെറ്റൊക്കെ അടഞ്ഞും മിസ്സിംഗ് ഒക്കെ വരുന്നതും. ഇതാണ് ഫ്ലോട്ട്. ഈ ഫ്ലോട്ട് അഴിച്ച് മാറ്റുക. അപ്പോൾ അതിലാണ് നീഡിൽ സീറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് പെട്രോളിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്, അളവ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ജെറ്റ്, ഇത് ഒക്കെ ഓരോ ജെറ്റുകളാണ്. ഇതെല്ലാം അഴിച്ചെടുക്കുക. അതിനുശേഷം ഇതൊക്കെ ചെറിയൊരു സൂക്ഷ്മങ്ങളാണ്. ഇതൊക്കെ അടഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. ഇത് വാക്വം ഡയഫ്രമാണ്. അപ്പോൾ ഇത് അഴിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ വാക്വം പിസ്റ്റൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് അഴിക്കുമ്പോൾ കാണാൻ പറ്റും. ഇതൊരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സൂക്ഷിച്ചഴിക്കുക. ഡയഫ്രം ഡാമേജ് ആവേണ്ടതാണ് അഴിച്ചെടുക്കാനായിട്ട്. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇത് ത്രോട്ടിൽ തുറന്നിട്ട് എയർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് അതൊക്കെ. അതിൻ്റെ ഇടയിൽ കണ്ടത് ഒരു ഹൈ സ്പീഡ് ജെറ്റാണ്. അപ്പോൾ ഇതൊക്കെ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിലൊക്കെ റേസ് ആവാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതെല്ലാം അഴിച്ചെടുത്തതിന് ശേഷം ഇതാണ് എയർ സ്ക്രൂ. ഇത് വെച്ചിട്ടാണ് എയറിൻ്റെ മിക്സിങ് കറക്റ്റ് ചെയ്യുന്നത്. മൈലേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമാണത്. അതിനുശേഷം നമ്മൾ മൊത്തം തേച്ചിട്ട് നല്ല പെട്രോൾ എടുത്തിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുക. ശരിക്കും തേച്ചരച്ച് കംപ്ലീറ്റ് ഒന്ന് കുളിപ്പിച്ചെടുക്കുക. അഴുക്കൊക്കെ ഉള്ളതൊക്കെ കളയുക. നല്ല ക്ലിയർ ആയിട്ട് എല്ലാ ജെറ്റും കാര്യങ്ങളും എല്ലാം അതേമാതിരി നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ എയർ അടിക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എയർ അടിക്കുക. കംപ്രസറൊക്കെ ഉണ്ടെങ്കിൽ സൗകര്യമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്വം ക്ലീനർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എയർ അടിച്ചാലും മതി. ഞാൻ വാക്വം ക്ലീനർ വെച്ചിട്ടാണ് എയർ അടിക്കുന്നത്. മൊത്തം ഇതേമാതിരി ചേമ്പറൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതായത് ഓവർഫ്ലോ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തുറന്ന് ഈ സ്ക്രൂ തുറന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി ആ ഹോളിൽ കൂടി പെട്രോൾ അഴുക്കൊക്കെ പോയിക്കോളും ഒരു പരിധി വരെ. അല്ലാത്ത പക്ഷമാണ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതെല്ലാ ജെറ്റുകളും ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എയർ അടിക്കുക. അപ്പോൾ വാക്വം ക്ലീനറിൻ്റെ വെച്ചിട്ട് എയർ അടിക്കണം. എല്ലാ ഹോളുകളിലൊക്കെ നന്നായിട്ട് എയർ കൊടുക്കുക. ജെറ്റുകളൊക്കെ എയർ അടിച്ച് ക്ലിയർ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അഴിച്ചെടുത്ത മാതിരി തന്നെ എല്ലാം സെറ്റ് ചെയ്യണം. ഇതിൽ ചെറിയ സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാം ക്ലിയർ ആയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോ ഒക്കെ വരും. ഇതേമാതിരി വാക്വം ഇതൊക്കെ കറക്റ്റായിട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ അഴിച്ചെടുത്ത് അതേ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. അതിനുശേഷം ആക്സിലേറ്റർ കേബിളൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം കാർബറേറ്റർ കയറ്റി പിടിപ്പിക്കുക. എയർ ഫിൽറ്ററും എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പെട്രോൾ കണക്ഷനൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ 1-2 അടി അടിക്കുമ്പോഴത്തേക്കൊക്കെ കാര്യം സ്റ്റാർട്ടാവുന്നത്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആക്സിലേഷൻ ഇത്തിരി കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ചതിന് ശേഷം എയർ സ്ക്രൂവിൽ ഇത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഈ പറഞ്ഞ എയർ സ്ക്രൂവിൽ നമ്മൾ ഒരു മാക്സിമം റേസ് വന്ന രീതിയിൽ എയർ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സ്ലോ സ്പീഡ് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഏറെക്കുറെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കണ്ട സ്ലോ സ്പീഡൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓടിച്ച് നോക്കിയിട്ടും നല്ല ക്ലിയറാണ് വണ്ടി. ഒരു കുഴപ്പമില്ല, മിസ്സിങ്ങും ഇല്ല. കൈ കൊടുക്കുമ്പോൾ നന്നായിട്ട് റേസ് ആവുകൊണ്ട് കയറുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നമ്മൾ കാർബറേറ്റർ ക്ലിയറായി വണ്ടി ഓക്കെയാണ്. ഏകദേശം അപ്പോൾ നിങ്ങളുടെ കാർബറേറ്റർ എത്ര ക്ലീൻ ചെയ്താലും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ട സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബജാജ് 180 കാർബറേറ്റർ മേടിച്ച് വെച്ചോളൂ. നല്ല പെർഫോമൻസാണ്, വിലയും കുറവാണ്. അപ്പോൾ എന്താ വേണ്ടി ഇത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണാം നമുക്ക്. ബൈ.